അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാനിയുടെ ചാപ്റ്റർ 2യുടെ ബോട്ട് എസ്കേപ്പ് ആക്കാം. അപ്പൊ നമ്മൾ മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മുടെ ഡോർ എസ്കേപ്പും ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ബോട്ട് വരെ എന്തായാലും ഇവിടുന്ന് ചാടണം. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂടെ ലൈക്ക് കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കപ്പോ നേരെ ഗെയിം ഡേ 1 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പത്തെ ഡോർ എസ്കേപ്പുമായിട്ട് വ്യത്യാസമായിട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എന്തുവാ സ്റ്റിയറിംഗ് വീലും പിന്നെ നമ്മുടെ ഡോർ കീക്ക് വരെ സ്റ്റിയറിംഗ് വീല് മാത്രം മതി. നമുക്ക് വേറെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ ഡോർ ഹാൻഡിലിന് പകരം നമുക്ക് സ്റ്റിയറിംഗ് വീല് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്കപ്പം എന്തായാലും അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നേരെ മേലോട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങേര് ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലേ അപ്പാപ്പനും കൂടെ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗ്രാനി മമ്മി കൂടെ താഴത്തോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും മേലോട്ട് കയറാം. പറഞ്ഞ ഗ്രാനി മമ്മിക്ക് കുറച്ച് നല്ല ചെവിക്ക് കേൾവി ശക്തി ഉള്ളതാണ്. പക്ഷെ ആദ്യം വരണ്ടെയാണ്. അയാൾ എന്തിനാണ് കിടന്ന് കാർന്ന് എനിക്ക് പിടുത്തുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതിനകത്തൊക്കെ നോക്കാം. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിക്കാൻ ചാൻസ് ഉണ്ട് പുള്ളിക്കാരൻ. ഇവിടെ കട്ടിംഗ് പ്ലെയർ ഉണ്ട്, നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ബോട്ട് കീ അവിടെ ബോട്ട് കീ ഇരിപ്പുണ്ട്. ബോട്ട് കീ ഇവിടെ ഗ്യാസ് ഓയിലും ഉണ്ട്. നമുക്ക് ബോട്ട് കീ കിട്ടി, ഗ്യാസ് ഓയിലും കിട്ടി. നമുക്കപ്പം മെയിൻ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സിമ്പിളായിട്ട് ഇവിടെ കിടക്കട്ടെ. നമുക്കപ്പം ഈ ഗ്യാസ് ഓയിലിൽ നമ്മുടെ ബോട്ടിനെ അവിടെ കൊണ്ടിടണം. എന്തായാലും ഇങ്ങോട്ടൊന്നും കയറി വരത്തില്ല. ഗ്രാനിമയ്ക്ക് ചെറിയ നടുവേദനയൊക്കെ ഉള്ള കാരണം ഇങ്ങോട്ട് ചാടി കയറി വരത്തില്ല കേട്ടോ. നിപ്പോണ്ട് ഇവിടെ അവിടെ നിക്കത്തേ ഉള്ളൂ. ഇത് കമ്പിലൊക്കെ ചോര കേട്ടോ. അല്ലേ ആരെയൊക്കെ തല്ലിക്കൊന്നേ നിന്നു കേട്ടോ. നമ്മളെ തന്നെ തല്ലി ചോര വന്നേന്ന് തോന്നുന്നു. നമുക്കെന്തായാലും നമ്മുടെ എന്തായാലും അതവിടെ കിടക്കട്ടെ. അതവിടെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കപ്പൊ അവിടുന്ന് എടുത്തോണ്ട് പോവാം ഓരോന്നോരോന്നായിട്ട്. അപ്പൊ ഗായ്സ് നമുക്കങ്ങനെ വെപ്പൺ കീ കിട്ടി. ഫൈനലി നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാനുവലിന്റെ നമുക്കൊരു ആവശ്യവും ഇല്ല സത്യം പറഞ്ഞ. വെപ്പൺ കീ നമുക്ക് അങ്ങനെ കിട്ടി. ഫ്രഞ്ചും കിട്ടി. അപ്പൊ ഗായ്സ് നമുക്ക് സ്പാർക്ക് പ്ലഗും കിട്ടി. നമുക്ക് വെപ്പൺ കീ കിട്ടി. നമുക്ക് ബോട്ട് എസ്കേപ്പിനുള്ള ഒട്ടുമിക്ക ഐറ്റംസ് കിട്ടി. നമ്മുടെ ഗ്യാസ് ഓയിലും കിട്ടി, നമ്മുടെ സ്പാർക്ക് പ്ലഗ് കിട്ടി, ബോട്ട് കീയും കിട്ടി. നമുക്കപ്പം ഇനി വേണ്ടായിട്ടുള്ള നോക്കുവാണെങ്കിൽ എന്തുവാ നമുക്കിനി വേണ്ടായിട്ട് സ്റ്റിയറിംഗ് വീല് മാത്രം. സ്റ്റിയറിംഗ് വീലും പാഡ്ലോക്കിംഗ് കൂടെ ഉണ്ടാവും മാത്രം മതിയെന്ന് തോന്നുന്നു കേട്ടോ. കള്ളക്കിളവൻ പുള്ളിക്കാരുടെ പാട്ട് വെച്ച് കളിച്ചോണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്കപ്പോ അങ്ങനെ ഗണ്ണ് കിട്ടി. ഒരെണ്ണത്തിന് ഉറക്കി. ഇനി ഗ്രാനിയും കൂടെ ഓടിവാ. പെട്ടെന്ന് ഓടിവാ. ഗ്രാനിനെ കാണില്ല. തള്ളയ്ക്ക് നല്ല കേൾവി ശക്തി ഉള്ളതാണല്ലോ, അവന് കാണുന്നില്ലല്ലോ. ഗ്രാനി അമ്മ എവിടാ? തള്ളനെ കാണില്ല കേട്ടോ. നമുക്കപ്പോൾ ഇതിന്റെ മേളിൽ പോയിട്ട് ആ ഒരു സംഭവം കൂടെ അങ്ങോട്ട് ഓപ്പൺ ആക്കി ഇട്ടേക്കാം. നമ്മുടെ ഫ്രഞ്ച് ഇവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ.
ഓ, സ്റ്റിയറിംഗ് വീൽ. അപ്പൊ ഗൈസ് നമുക്ക് പാഡ്ലോക്കിംഗ് കൂടെ മതി ഇനി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അതിനകത്ത് പാഡ്ലോക്ക് കാണാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എടാ മോനൂസേ, അവനെ തീർത്ത്. ക്രോബാർ, നമ്മുടെ ഈ ക്രോബാറിനകത്ത് എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്രോബാറും കൊണ്ടുപോയി നോക്കാം. അവർ കിടന്ന് ഉറങ്ങുമല്ലോ, അപ്പൊ നമുക്ക് താഴത്ത് പോയി നോക്കാം. അതിനകത്ത് നിന്ന് എനിക്ക് വന്ന് അതിനകത്ത് എന്തെങ്കിലും കാണാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ, ഈ കീ ഇതിന്റെ ആവശ്യം നമുക്കില്ല. ഹാൻഡ് വീലോ? ഇപ്പൊ ഗൈസ് നമ്മുടെ കട്ടിംഗ് പ്ലെയർ നമ്മളിവിടെ കൊണ്ടിട്ട്. ഓ, അപ്പൊ ഗൈസ് നമുക്ക് പാഡ്ലോക്ക് കിട്ടി. അതവിടെ കിടക്കട്ടെ. ഒരു ഉണർന്നിട്ടുണ്ടോ അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ഗൈസ് എന്നെ പിടിച്ചു. ഡേ 3 നമുക്കപ്പൊ ഇനി തോക്കാതെ, മാക്സിമം തോക്കാതെ കളിക്കണം. നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടി സത്യം പറഞ്ഞ. എനിക്ക് തോന്നുന്നു രണ്ടിടത്തെ ഉറക്കിയിട്ട് എല്ലാം കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഇപ്പൊ എല്ലാം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങോട്ടെല്ലാം വന്നാൽ ഞാൻ തീർന്നു, അത് ഉറപ്പാണ്. ഇതാണ് കുറച്ച് സമയം എടുക്കുന്ന പരിപാടി. A few minutes later. അപ്പൊ ഗായ്സ് എന്നെ പിടിക്കും ഉറപ്പാ. ഇങ്ങോട്ട് ഇപ്പൊ വരും. ഇപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരും. 100% ഉറപ്പായി ഇങ്ങോട്ട് വരുമെന്ന്. ഇനി ആ കീയം കൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ ഇങ്ങോട്ട് വന്നാ ഞാൻ തീർന്നു കേട്ടോ. അതെ പോകുന്നുണ്ട്. ഗ്രാൻഡ് പോലും ഇങ്ങോട്ട് വരുമോ ഇനി? എനിക്കത് അറിയത്തില്ല കേട്ടോ. ഗ്രാൻഡ് പോലും എനിക്ക് അറിയത്തില്ല. ഗായ്സ് നമ്മൾ ബോട്ട് കീ എടുത്തിട്ടുണ്ട്. ഇനി ബോട്ട് കയറി നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഇവിടെ ഓണാക്കണ്ടേ? ഓ, അപ്പൊ ഗായ്സ് അതിന് നമ്മള് ബോട്ട് വഴി നമ്മുടെ ഗ്രാനിയുടെയും ഗ്രാൻഡ്ബയുടെയും വീട്ടിൽ നിന്ന് ചാടിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ബോട്ട് എസ്കേപ്പ് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു വല്ല മാത്രമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 3യും കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൊണ്ട് സബ് ചെയ്യട്ടോ. നമുക്കപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം.